ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച മറ്റൊരു ദർശനം, അത് ഞാൻ കാണുന്നൊരു സ്കൂളാണ്. ആമേൻ. ഇത് വളരെ ഭാരത്തോടെ ദൈവജന വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു സ്കൂളിൽ അവിടെയുള്ള കുട്ടികൾക്ക് വലിയൊരു പകർച്ചവ്യാധി പിടിക്കുന്നു. നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. കുഞ്ഞുങ്ങളുടെ ശരീരം, ഈ സ്കിന്നൊക്കെ വലിഞ്ഞ് വിണ്ട് കീറി ബ്ലഡ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നു. അവരുടെ കണ്ണിക്കൂടെ ബ്ലഡ് ഒഴുകുന്നു. അവർ സ്കൂളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലറിക്കൊണ്ട് ഓടുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. പെട്ടെന്ന് അവർ ക്ലാസ് മുറികൾ ക്ലോസ് ചെയ്യുക. കാരണം ഈ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് പോയാൽ മറ്റുള്ളവർക്ക് ഇത് പിടിക്കും. അതുകൊണ്ട് അവർ ക്ലോസ് ചെയ്യുക. ഞാൻ ആ സ്പോട്ടിൽ നിന്ന് സംഭവം കാണാം. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഡോറിനെ ക്ലോസ് ചെയ്യുന്നു. അവർ പെട്ടെന്ന് അടയ്ക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾ വന്ന് പിടിച്ചാൽ നമുക്കും കൂടെ ഇത് പകരുന്ന വിധത്തിൽ വലിയൊരു പകർച്ചവ്യാധി ഒരു സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പിടിച്ച് ആ സ്കൂള് അടച്ചിടുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കട്ടെ, നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കട്ടെ, നമ്മുടെ കേരളത്തെ സൂക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ പകർച്ചവ്യാധി ദുരന്തത്തിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ വ്യക്തമായി കാണുന്നു. നമ്മൾ ടീച്ചർമാരെല്ലാം ഓടുക. അവർക്ക് എന്ത് ചെയ്യുക? അവർ നാട്ടുകാരൊക്കെ വിളിക്കുന്നു, പക്ഷെ ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. കാരണം വരുന്നവരിലേക്ക് ഇതങ്ങ് സ്പ്രെഡാകുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടു. ദൈവമക്കൾ പ്ലീസ് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, സ്കൂളിൽ പോകുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരതത്തിലെ തലമുറകൾ അവരെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുക. ലോകരാജ്യങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരാരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇവർ യേശുവിനെ അറിയട്ടെ, കർത്താവിൻ്റെ മക്കളായി മാറട്ടെ. ഇവരെ കർത്താവ് സംരക്ഷിക്കട്ടെ. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കൾ ആത്മാർത്ഥതയോടെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എറണാകുളം കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂൾ അടച്ചിട്ടു. സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വച്ചിരുന്നു. അമൽ, കൂടുതൽ കുട്ടികൾക്ക് ആ സ്കൂളിലെ തന്നെയാണോ മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്? ഹാഷ്മി, നമുക്കറിയാവുന്നതാണ്, പരീക്ഷാക്കാലമാണ്. ഈ പരീക്ഷാക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുകയാണ്. അതായത് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി കുട്ടികൾക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിൻ്റെതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുകയുണ്ടായി. വൈറൽ രോഗത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു ആദ്യം പ്രകടമായിരുന്നത്. ശക്തമായ തലവേദന, പനി, വയറുവേദന, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങളായിരുന്നു ആദ്യം കാണിച്ചിരുന്നത്. പിന്നീട് ഇത് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെയാണ്. എറണാകുളത്തെ റിനെ മെഡിസിറ്റിയിലും മാസ്റ്ററിലുമായിട്ടാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് ഈ കുട്ടികൾ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ ഒരു പകർച്ചവ്യാധിയാണ്. അത് ഒരു കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ 1ലും 2ലും പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾ മറ്റ് ക്ലാസ്സുകളിലും അതേ സ്കൂളിൽ തന്നെ മറ്റ് ക്ലാസ്സുകളിലും പഠിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റു കുട്ടികൾക്കും ഇത് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ വലിയൊരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഇന്നലെ 24 ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ തുടർന്നാണ് സ്കൂള് അടച്ചിടാൻ, വരുന്ന 16-ാം തീയതി വരെ സ്കൂള് അടച്ചിടുവാനും അതുവരെ അതിനിടയിൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റുന്ന സ്ഥിതിഗതിയിലും ഉണ്ടായത്. ഏതായാലും ഇന്ന് കളമശ്ശേരി നഗരസഭയുടെ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂൾ സന്ദർശിക്കുകയും അവിടുത്തെ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തുകയും എന്താണ് ഈ രോഗത്തിൻ്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഹാഷ്മി, നിലവിൽ 5 കുട്ടികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 2 പേര് ICUവിലാണ്. കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ചില കുട്ടികൾക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളതായി രക്ഷിതാക്കൾ പറയുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ, സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. 5 കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരമുണ്ട്. 2 പേർ അതിൽ ICUവിലുമാണ്. കൂടുതൽ കുട്ടികൾക്കൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാത്രമല്ല ഇത് രോഗം ബാധിച്ച കുട്ടികൾ എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് സ്കൂളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യട്ടെ.